ഈ ട്യൂട്ടോറിയലിൽ നിങ്ങളുടെ വളർച്ചാ പ്ലേറ്റുകൾ അടഞ്ഞിട്ടും നിങ്ങളുടെ ഷിൻബോണിൽ പ്രതിമാസം 1 സെന്റിമീറ്റർ വീതം ചേർക്കാൻ മൈക്രോ ഫ്രാക്ചർ രീതിയെ ശരിയായി എങ്ങനെ നടത്താമെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ഇത് വളരെ രഹസ്യവും വളരെ ഫലപ്രദവുമായ ഒരു രീതിയാണ്. ഇത് സാധാരണയായി കണ്ടെത്താൻ കഴിയില്ല. പലരും ഇതുപയോഗിച്ച് 5 മുതൽ 7 ഇഞ്ച് വരെ വളർന്നു. ആദ്യമായി 7 കിലോഗ്രാം ആംഗിൾ വെയ്റ്റുകളും 500 ഗ്രാം ആംഗിൾ വെയ്റ്റുകളും വേണം. 500 ഗ്രാം ആംഗിൾ വെയ്റ്റുകൾ ഉപയോഗിച്ച് 800 മുതൽ 1500 വരെ ചാടലുകൾ ചെയ്യുക. നിങ്ങൾക്ക് ഇടവേള എടുക്കാം. ചാടലുകളുടെ കൃത്യമായ എണ്ണം വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷേ മൈക്രോ ഫ്രാക്ചറുകൾ ശരിയായി സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം, അല്ലെങ്കിൽ ഈ രീതി പ്രവർത്തിക്കില്ല. പിന്നീട് 2 മിനിറ്റ് നിർത്താതെ ഇത് ചെയ്യുക. മൈക്രോ ഫ്രാക്ചറുകൾ സൃഷ്ടിച്ച ശേഷം കാർട്ടിലേജ് ബൂസ്റ്ററുകൾ അല്ലെങ്കിൽ ഡബിൾ ക്രൂസ് ഗ്രോത്ത് മോറിംഗ പോലുള്ള ഒരു ആന്റി ഇൻഫ്ലമേറ്ററി സപ്ലിമെന്റ് എടുക്കുക. ഈ പ്രക്രിയ ഫലപ്രദമായി പ്രവർത്തിക്കാൻ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി സപ്ലിമെന്റ് വളരെ പ്രധാനമാണ്. പിന്നീട് 7 കിലോഗ്രാം ആംഗിൾ വെയ്റ്റുകൾ ഉപയോഗിച്ച് 90 മിനിറ്റ് ഇരുന്ന് നിങ്ങളുടെ ഷിൻബോൺ നീട്ടുക. 5 മിനിറ്റ് വിശ്രമത്തോടെ 2 45 മിനിറ്റ് സെഷനുകളായി വിഭജിക്കുക. നീട്ടലിനെ പിന്തുണയ്ക്കാൻ നിങ്ങളുടെ മുട്ടുകൾക്ക് കീഴിൽ ഒരു തലയണ ഉപയോഗിക്കുക. നീട്ടലിന് ശേഷം മൈക്രോ ഫ്രാക്ചറുകൾ മറിച്ചുപിടിക്കാതിരിക്കാൻ നിൽക്കരുത്. പകരം കിടക്കുക, വിശ്രമിക്കുക, നിൽക്കുന്നത് ഒഴിവാക്കുക. ശരീരം സുഖപ്പെടാൻ 4 മുതൽ 6 മണിക്കൂർ വരെ ഉറങ്ങുക. ഈ രീതി ഫലപ്രദമായ ഫലങ്ങൾക്കായി കൃത്യത, സ്ഥിരത, ശരിയായ നടപ്പാക്കൽ ആവശ്യമാണ്. മൈക്രോ ഫ്രാക്ചർ രീതിയിലേക്കുള്ള പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങൾ: 1. പുനരുദ്ധാരണത്തെ പിന്തുണയ്ക്കുന്ന, അണുബാധ കുറക്കുന്ന, അസ്ഥി സുഖപ്പെടുത്തൽ മെച്ചപ്പെടുത്തുന്ന ആന്റി ഇൻഫ്ലമേറ്ററി സപ്ലിമെന്റുകൾ. 2. നിയന്ത്രിത ആഘാതവും ലക്ഷ്യമിട്ട വ്യായാമങ്ങളും വഴി അസ്ഥി പുനരുദ്ധാരണത്തെ ഉത്തേജിപ്പിക്കുക.